ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മളുടെ ശ്രദ്ധ അത്യാവശ്യമായി പതിയേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇനി ന്യൂസ് ട്രെൻഡ്സ് കടക്കുന്നത്. സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി കണക്കുകൾ. 1,00,000-ൽ 2 പേർ ജീവൻ ഒടുക്കുന്നുവെന്നാണ് പഠനങ്ങൾ. കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ആശങ്കാജനകമെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. സംസ്ഥാനത്ത് ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് ഉയരുകയാണ്. 2024 2 വർഷം പിന്നിടുമ്പോൾ 28.5 ആത്മഹത്യാ നിരക്ക് ഇപ്പോൾ 1,00,000 ജനസംഖ്യയിൽ 30.6 എന്ന തോതിലേക്ക് ഉയർന്നിട്ടുണ്ട്. പോയ 3 വർഷമായി ഇത് ഉയർന്നു തന്നെയിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു. ഇതിന് പിന്നിൽ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി കാരണങ്ങളുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ പറയുന്നു. ഓരോ ആത്മഹത്യയും പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഉണ്ടാവുക. വ്യക്തിത്വത്തിൻ്റെ ഘടകം ഉണ്ടാവാം, ജനിതകമായിട്ടുള്ള രോഗാവസ്ഥകളുടെ ഘടകം ഉണ്ടാവാം, സാമൂഹിക സ്ഥിതികളിലുണ്ടായ മാറ്റത്തിൻ്റെ ഘടകങ്ങളുണ്ടാവാം. ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കടക്കണിയിൽ മരിച്ചു, കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ഈ രീതിയിലുള്ള കാരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പലതും പോലീസ് FIRൽ അവർ രേഖപ്പെടുത്തുന്ന ഒരു കാരണം മാത്രമാണ്. ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ളത് കൊല്ലത്താണെന്ന് കണക്കുകൾ പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളും മയക്കുമരുന്നുകൾ സൃഷ്ടിക്കുന്ന അരാജകത്വവും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങളാണ്. ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു. കുട്ടികളെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം അതിനെ നേരിടാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള ജീവിത വൈഭവങ്ങൾ നൽകാം. അവരോട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ തുറന്നു പറയണം, അതിന് പരിഹാരം തേടണം. അല്ലാതെ ലഹരിയുടെ വഴിയിലോ സ്വയം മരിക്കാനുള്ള വഴിയിലോ പോകരുത് എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. ആ തരത്തിൽ സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. ആരോഗ്യമേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്ന അവകാശവാദങ്ങൾ ഉയരുമ്പോഴും ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ശിശുമരണ നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയുമ്പോഴും മാനസികാരോഗ്യ രംഗത്തെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഒരു പക്ഷേ ഓരോ ആത്മഹത്യയും നമ്മൾ പലപ്പോഴും ഓരോ സംഭവങ്ങളായി മാത്രമേ കാണാറുള്ളൂ. ഒരാത്മഹത്യ നടക്കുമ്പോൾ അത് നടന്നു, അത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്ന് പുതിയ സംഭവമായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. കേരളം എന്ന് പറയുന്ന ഏറ്റവും സാക്ഷരതയുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനെയൊക്കെ കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് പോലും ആ സ്റ്റിഗ്മ ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കൽ മാത്രമാണ് വഴി എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ കൂടിക്കൂടി വരുന്നു എന്നത് ആശങ്കാജനകമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു കണക്കിലേക്കും പരിശോധനയിലേക്കും നമ്മൾ പോയത്? ആ പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇതിൽ വ്യക്തമാവുന്നത് ഇത്തരം ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും ഈ കുടുംബങ്ങളിലെ വിഷയങ്ങളും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് കൂടുതലായും സംഭവിക്കുന്നത്. ഇത് മാനസികാരോഗ്യ വിദഗ്ധരുടെ തന്നെ ഒരു പഠനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലാണ് ഇത് കൂടുതലായും തന്നെ സംഭവിക്കുന്നത്. ഇതിൽ ആത്മഹത്യ ചെയ്തതിലേറെയും തന്നെ പുരുഷന്മാരാണ് എന്നതുകൂടി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 79% പേരാണ് കണക്കുകൾ പ്രകാരം ഈ ആത്മഹത്യയിലേക്ക് പുരുഷന്മാർ വരുന്നത്. ഏറെയും 45-നും 60-നും ഇടയിൽ പ്രായമുള്ളവർ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലാണ് ആത്മഹത്യാ നിരക്ക് കൂടുതൽ. ഈ കേരളത്തിന്റെ പൊതുവിലുള്ള ആത്മഹത്യാ നിരക്കിന്റെ 41% ഇവിടെയാണ് സംഭവിക്കുന്നത് എന്നതാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സംഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ, മധ്യവർഗ കുടുംബങ്ങളിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത്. ഒപ്പം ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊപ്പം തന്നെയാണ് ലഹരി കേസുകൾ, ഈ ലഹരി മരുന്നിന് അടിമയാവുന്നവർ. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ആത്മഹത്യാ നിരക്ക് കൂട്ടുന്നതിനെല്ലാം തന്നെ കാരണമായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത്. നേരത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തിനോടനുബന്ധിച്ച് ഇതിന്റെ ഒരു കണക്കുകൾ എല്ലാം തന്നെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യാ പ്രവണത
കൂടുതലായിട്ട് തന്നെ വരുന്നു. ഇവിടെ ഒരു ഇടപെടൽ കൃത്യമായ രീതിയിൽ തന്നെ ആവശ്യമുണ്ട് എന്നതാണ്. ഒരു ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ വരണം. പ്രത്യേകിച്ച് ഈ കണക്കുകളിൽ കുട്ടികളടക്കമുള്ളവർ ഈ കണക്കുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തപ്പെടേണ്ടതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ രംഗത്ത് വേണമെന്ന മാനസികാരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇത് വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്നു. ആശങ്കാജനകമാണ് ഈ കണക്കുകൾ. ഈ ശിശു മരണങ്ങളെല്ലാം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മറ്റൊരിടത്ത് മാനസികാരോഗ്യം എന്ന വളരെ അതീവ ശ്രദ്ധ വേണ്ടെടുത്ത് യാതൊരു രീതിയിലുള്ള ഒരു പരുവപ്പെടുത്തലോ പാകപ്പെടുത്തലോ ഒന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നു എന്നതാണ് ഈ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷവും അത് വർദ്ധിക്കുന്നു എന്നതാണ്. ഒരു വർഷം 2000-ൽ നിന്ന് ഇപ്പോൾ ഒരു 25 വർഷത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കൂടുതലാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വന്നിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധ ഡോക്ടർ എൽസി ഉമ്മൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി എൽസി ഉമ്മൻ, ഞാനിപ്പോൾ പറയുമായിരുന്നു, നമുക്ക് ഓരോ സംഭവവും മാധ്യമങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു മരണം നടക്കുമ്പോൾ, ഒരു ആത്മഹത്യ നടക്കുമ്പോൾ അത് ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മളൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാമൂഹ്യമായി ആരോഗ്യ സൂചികയെ പറ്റിയൊക്കെ എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്, കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യത്തെപ്പറ്റി. പക്ഷെ അവിടെ മാനസികാരോഗ്യ സൂചിക നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് അറിയാതെ, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ മറികടക്കാനാവില്ല എന്ന് ഉറപ്പിച്ചാണ് ജീവൻ കളയാമെന്ന് തീരുമാനിക്കുന്നത്. ആ വിഷയത്തിലേക്ക് സമൂഹം എന്ന നിലയ്ക്ക്, സർക്കാർ എന്ന നിലയ്ക്ക്, സംവിധാനം എന്ന നിലയ്ക്കൊക്കെ നമ്മുടെ ശ്രദ്ധ വേണ്ട വിധത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പതിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം അതിനെക്കുറിച്ച് പറയാനായിട്ട്. കാരണം നമുക്കിപ്പോൾ ഒരു വയറുവേദന വരുമ്പോൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണണമെന്ന് അറിയാം, അല്ലെങ്കിൽ ഈ തലവേദന വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയാണ് ആശ്രയിക്കാറ്, നേരെ ന്യൂറോളജിസ്റ്റിനെയാണ് കാണുന്നത്. അതേപോലെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വൈകാരിക പ്രശ്നം വന്നാൽ അതിനെ ആരെ കാണണമെന്ന് പോലും നമ്മുടെ പൊതുജനത്തിന് അറിഞ്ഞുകൂടാ എന്നുള്ളൊരു വസ്തുതയാണ്. ആരെങ്കിലും തന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ പോലും നിനക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് സാരമില്ല, നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, ധൈര്യമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള പൊള്ള വചനങ്ങളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിടുകയാണ് പതിവ്. ഇപ്പോഴും ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ചിലരെങ്കിലും അവമതിപ്പോടെയാണ് കാണുന്നത്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇത്രയേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനും തൽഫലമായിട്ട് ആത്മഹത്യ പോലെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാനുള്ള കാരണം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെത് 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന NCRBയുടെ ഒരു കണക്ക് പ്രകാരം. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ആളുകൾക്ക് പ്രത്യേകിച്ച് പൊതുജനത്തിന് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ബേസിക് ജ്ഞാനം പോലുമില്ല. അവിടെയാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സർക്കാരിനും ഒക്കെയുമുള്ളൊരു ചുമതലയുള്ളത്. കാരണം ഇതൊരു സാധാരണ പോലെ തന്നെ, അതായത് തലച്ചോറ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, മറ്റൊരു ഭാഗവുമല്ല. അപ്പൊ ഈ തലച്ചോറിന്റെ ഭാഗമായ ശരീരത്തിന്റെ ഭാഗമായ തലച്ചോറിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തക്ക കാരണമുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനക്ഷമതയുടെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇന്ന ഡോക്ടറെ കാണണം എന്നുള്ള ഒരു കുറഞ്ഞ പക്ഷ ഒരു പൊതു അറിവെങ്കിലും എല്ലാവർക്കും നേടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് മാനസികാരോഗ്യ സാക്ഷരത നമ്മുടെ സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത്. നമ്മുടെ ഒരു പാഠ്യ വിഷയമാക്കി തന്നെ അതെടുത്ത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ മുതൽ തന്നെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും, റെസീലിയൻസ്, അവർക്ക് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ പൊരുതി ജയിക്കണമെന്നും, തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടണമെന്നും, വൈകാരിക വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും, അഥവാ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ അതിന് എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ എക്സ്പെർട്ടൈസുള്ള ആളുകളുടെ സേവനം തേടുക എന്നുള്ള ഒരു സാമാന്യ ബോധവൽക്കരണം നമ്മൾ നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ എല്ലാവരും ചേർന്ന് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളെ മറികടന്ന്, നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഒരുവിധം നല്ല നിലയിൽ തന്നെയാണ് കേരളം പോകുന്നത്. അതേപോലെ തന്നെ മാനസിക ആരോഗ്യ നിലയും അതേ രീതിയിൽ മുന്നിട്ട് വരണം എങ്കിൽ ഈ തരത്തിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ആളുകളെ അഭ്യസിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം എന്ന് പറയുന്നതും ക്വാളിഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 3 മാസം ഒരു കൗൺസിലിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
പൊടിക്കൈകളൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ പഠിച്ച് മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ മുക്കിനും മൂലയിലും ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേര് ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മതത്തിന്റെ മറവിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ മറവിൽ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയും മാനസിക നില തകർന്നു പോയിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്ത് അവരുടെ സാമ്പത്തിക ലാഭത്തിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് ഈ തരത്തിൽ ആളുകളെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു തടയിടൽ വളരെയധികം ആവശ്യമാണ്. എത്ര പേർക്ക് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് എന്നുള്ളൊരു കണക്ക് ഗവൺമെന്റ് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പോലും മാനസിക രോഗത്തിന്റെ എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും അഡ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ പോലും ഇത് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഈ ഒരു മേഖലയിൽ നമ്മൾ അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് റിയലൈസേഷൻ വേണം. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു തടയിടലും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ സമഗ്രമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യെങ്കിൽ മാത്രമേ ഇനിയും വരുന്ന ഒരു വർഷങ്ങളിൽ എങ്കിലും ഇതിന്റെ ഒരു റേറ്റിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ശരി, ഡോക്ടർ CG ജോൺ കൂടി ചേരുന്നുണ്ട്. ഈ രംഗത്തെ മുതിർന്ന ഒരു ആരോഗ്യ വിദഗ്ധനാണ് അദ്ദേഹം. ഡോക്ടർ CG ജോൺ, നമ്മളൊരു സമൂഹം എന്ന നിലയ്ക്ക്, ഞാൻ ഡോക്ടർ എൽസിയോടും അത് തന്നെ പറയുമായിരുന്നു, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പൊതുജന ആരോഗ്യത്തെ പറ്റിയൊക്കെ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നല്ല. സംവിധാനങ്ങളുണ്ട്, നമുക്ക് ഓൺലൈൻ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് എത്ര കണ്ട ആളുകളിലേക്ക് എത്തുന്നുണ്ട്? ഒപ്പം മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് ഒരു സ്വയം വിമർശനമായി പറഞ്ഞാൽ നമ്മൾ വെർദർ എഫക്റ്റിനെ പറ്റിയൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ആത്മഹത്യ ചെയ്യുന്നു, അതിന് പിന്തുടർച്ചയായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് സമാനമായ രീതിയിൽ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ആത്മഹത്യ കാണുന്നു. ഇതെപ്പോഴും സംഭവിക്കുന്നുമുണ്ട്. നമ്മുടെ മാനസികാരോഗ്യത്തെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതിൽ നിന്ന് ഈ ആത്മഹത്യ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒക്കെ നമുക്ക് എവിടെയൊക്കെയോ വീഴ്ച സംഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇതിലൊരു സമഗ്രമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് വേണ്ടത്. ഇപ്പൊ മാധ്യമങ്ങളുടെ പങ്കിനെ കുറിച്ചിട്ട് സൂചിപ്പിച്ചു. മാധ്യമങ്ങൾ എങ്ങനെയാണ് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ലോകാരോഗ്യ സംഘടനയുടെ മാർഗരേഖകളുണ്ട്, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ മാർഗരേഖകളുണ്ട്. പക്ഷെ അത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല. കാരണം പലപ്പോഴും ഒരു ആത്മഹത്യ വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയുടെ ആത്മഹത്യയൊക്കെ ആണെങ്കിൽ അത് വല്ലാതെ ആഘോഷിക്കപ്പെടുകയും ഏതാണ്ട് സമാനമായിട്ടുള്ള ദുഃഖങ്ങളിൽ പോകുന്ന ആളുകൾ കോപ്പി കാറ്റ് സൂയിസൈഡ്സിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തലം നമ്മൾ നോക്കേണ്ടത്, ഒന്ന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 2020 24,24,000 ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും 2 എന്ന നിരക്കിൽ ഇത് വർദ്ധിച്ചാണ് ഇപ്പൊ 2023 ഏറ്റവും